നമസ്കാരം. 2023 കറണ്ട് അഫയേഴ്സ് സീരീസിലെ 39ാമത്തെ ക്ലാസ്സാണ് ഇന്നത്തേത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് 2023 ഡിസംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ ക്ലാസ്സോടുകൂടി നമുക്ക് ഡിസംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് പൂർത്തിയാക്കാം. ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കാണുന്നുണ്ട്, അതെല്ലാം നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിച്ച് മുമ്പോട്ട് പോവുക. അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കുന്നതിനും ഞങ്ങളുടെ മറ്റു സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ കൂടി അംഗമാവുക. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയിലേക്ക് സ്വാഗതം. ശരി, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് പറഞ്ഞാണ് അവസാനിപ്പിച്ചത്? ചില സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു, പുതിയ മന്ത്രിസഭകൾ ഉണ്ടായി, അല്ലെ? അങ്ങനെ മിസോറാമില് ലാൽഡ് ഹോമയുടെ നേതൃത്വത്തില് മുഖ്യമന്ത്രിയായിട്ട് മന്ത്രിസഭ ഉണ്ടായി. ഭജൻലാൽ ശർമ്മ രാജസ്ഥാനിലെ പുതിയ മുഖ്യമന്ത്രിയാണ്. മോഹൻ യാദവ് മധ്യപ്രദേശിലെ പുതിയ മുഖ്യമന്ത്രിയാണ്. രേവന്ത് റെഡ്ഡി തെലങ്കാനയിലെ പുതിയ മുഖ്യമന്ത്രിയാണ്. അതുപോലെ വിഷ്ണു ദിയോ സായി ഛത്തീസ്ഗഡിലെ പുതിയ മുഖ്യമന്ത്രിയാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പറഞ്ഞു നിർത്തിയതാണ്. അതിന്റെ തുടർച്ചയായിട്ട് പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ് 2023 ഡിസംബറിൽ മരണപ്പെട്ട സുപ്രസിദ്ധ തമിഴ് ചലച്ചിത്ര താരമാണ് ആര്? വിജയകാന്ത്, അല്ലെ? 2023 ഡിസംബറിൽ മരണപ്പെട്ട പ്രസിദ്ധ തമിഴ് ചലച്ചിത്ര താരമാണ് വിജയകാന്ത്. അദ്ദേഹം രാഷ്ട്രീയത്തിലും ഉണ്ടായിരുന്നു. അദ്ദേഹം സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി ഏത് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. DMDK. അപ്പോ അന്തരിച്ച പ്രസിദ്ധ തമിഴ് ചലച്ചിത്ര താരം വിജയകാന്ത് സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? DMDK. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഭാഗത്തോട്ട് വരാം. ധനകാര്യ കമ്മീഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഭരണഘടനയിലെ 280ാമത്തെ വകുപ്പില് പ്രതിപാദിക്കുന്നത് ധനകാര്യ കമ്മീഷനെ കുറിച്ചാണ്, അല്ലെ? നമ്മൾ ധനകാര്യ കമ്മീഷനെ കുറിച്ച് വിശദമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിനകത്ത് പഠിച്ചിട്ടുണ്ട്. ധനകാര്യ കമ്മീഷന്റെ കാര്യം പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടിയുണ്ട്. അതൊരു കോസി ജുഡീഷ്യൽ ബോഡിയാണ്. ഇപ്പൊ നമ്മൾ അങ്ങനെയും കൂടെ പറയാറുണ്ട്. ധനകാര്യ കമ്മീഷനെ ഒരു കോസി ജുഡീഷ്യൽ ബോഡി ആയിട്ടും വിശേഷിപ്പിക്കാറുണ്ട്. ധനകാര്യ കമ്മീഷനിൽ ആകെ 5 അംഗങ്ങളാണ്. അധ്യക്ഷൻ ഉൾപ്പെടെ ആകെ 5 അംഗങ്ങളാണ് എന്ന് പഠിച്ചിട്ടുണ്ട്, അല്ലെ? നമുക്കറിയാവുന്ന കാര്യമാണ് 15ാമത് ധനകാര്യ കമ്മീഷൻ. 15ാമത് ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ് എന്ന് നമ്മൾ പഠിച്ചതാണ്. NK സിംഗ് ആണ് 15ാമത് ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ. ഇപ്പൊ 16ാം ധനകാര്യ കമ്മീഷൻ ഉണ്ട്. 16ാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് നിയമിക്കപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചാലോ? 16ാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് നിയമിക്കപ്പെട്ടത് അരവിന്ദ് പനഗരിയാണ്. ആരാണ്? അരവിന്ദ് പനഗരിയ, അല്ലെ? ഈ പേര് നമ്മൾ മുമ്പും കേട്ടിട്ടുണ്ട്. നമുക്ക് നീതി ആയോഗ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ആസൂത്രണ കമ്മീഷന് പകരം പുതുതായിട്ട് വന്ന സ്ഥാപനമാണ് നീതി ആയോഗ് എന്ന് നമുക്കറിയാം. ആ നീതി ആയോഗിന്റെ ആദ്യ ഉപാധ്യക്ഷൻ ആര് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരായിരുന്നു? അരവിന്ദ് പനഗരിയാണ്. ആ അരവിന്ദ് പനഗരിയാണ് 16ാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത് ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ എന്നുള്ള പോയിന്റ് അല്ല, ഏത് ധനകാര്യ കമ്മീഷൻ എന്ന് ശ്രദ്ധിക്കണം. രണ്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു ഉത്തരം പഠിച്ചു വെക്കരുത്. 15ാം ധനകാര്യ കമ്മീഷൻ എന്നാണ് എങ്കിൽ NK സിംഗ് ആണ്. അത് ചോദിക്കാനാണ് സാധ്യത കൂടുതൽ. ഇപ്പൊ ഇനി അത് കഴിഞ്ഞിട്ട് കുറച്ചു കാലം കൂടി കഴിയുമ്പോൾ ഒരു പക്ഷേ പരീക്ഷയ്ക്ക് ചോദിക്കും 16ാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ ആരെന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ അത് അരവിന്ദ് പനഗരിയാണ്. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. പ്രണബ് മൈ ഫാദർ ഒരു ജീവചരിത്ര ഗ്രന്ഥമാണ്. പേര് കേൾക്കുമ്പോഴേ നമുക്ക് അറിയാം പ്രണബ് മുഖർജിയെ കുറിച്ചുള്ള ജീവചരിത്ര ഗ്രന്ഥമാണ്. പ്രണബ് മുഖർജിയുടെ ജീവചരിത്ര ഗ്രന്ഥമാണ്
പ്രണബ് മൈ ഫാദർ. അല്ലെ, ഈ പേര് കേൾക്കുമ്പോൾ അതിൽ നിന്ന് വേറൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ പറഞ്ഞ ജീവചരിത്ര ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മകനോ മകളോ ആണ് എന്ന് ഈ പേര് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പ്രണബ് മൈ ഫാദർ എന്ന് പറയുന്ന പ്രണബ് മുഖർജിയെ കുറിച്ചുള്ള, മുൻ രാഷ്ട്രപതിയെ കുറിച്ചുള്ള ജീവചരിത്ര ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള ശർമിഷ്ഠ മുഖർജിയാണ്. ആരാണ്? ശർമിഷ്ഠ മുഖർജിയാണ്. നമുക്കറിയാം പ്രണബ് മുഖർജി എന്ന് പറയുന്നത് ബംഗാളുകാരനാണ്, അല്ലെ? പ്രണബ് മുഖർജി ബംഗാളുകാരനാണ്. ഈ അടുത്ത കാലത്ത് ബംഗാളിൽ നിന്നുള്ള ഒരു MP യെ കുറിച്ചുള്ള വാർത്ത പത്രത്തിൽ ധാരാളമായിട്ട് വന്നിരുന്നു. ആ MP ആണ് മഹുവ മൊയ്ത്ര. മഹുവ മൊയ്ത്ര തൃണമൂൽ കോൺഗ്രസുകാരിയായിട്ടുള്ള MP ആണ്, ലോക്സഭാ MP ആയിരുന്നു. ആര്? മഹുവ മൊയ്ത്ര. ഇവരെങ്ങനെയാണ് വാർത്തകളിൽ ഇടം പിടിച്ചത്? ചോദ്യം ചോദിക്കാൻ, പാർലമെന്റിൽ ചോദ്യം ചോദിക്കാൻ പണം ആവശ്യപ്പെട്ടു എന്നുള്ള ഒരു വാദത്തെ തുടർന്ന്, അല്ലെങ്കിൽ ഒരു വിവരത്തെ തുടർന്ന് ഇവരെ എന്ത് ചെയ്തു? പിന്നീട് പാർലമെന്റിന്റെ എത്തിക്സ് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ഇവരുടെ ലോക്സഭാംഗത്വം എന്ത് ചെയ്തു? റദ്ദാക്കി. ഇവരുടെ ലോക്സഭാംഗത്വം റദ്ദാക്കി, ഇവർ ലോക്സഭയിൽ നിന്ന് പുറത്താക്കി. അപ്പൊ അങ്ങനെയാണ് മഹുവ മൊയ്ത്ര എന്ത് ചെയ്യുന്നത്? വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം ഈ അടുത്ത കാലത്ത് എന്ന് പറയുമ്പോൾ 2023 ഡിസംബറിൽ ലോക്സഭാംഗത്വത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട തൃണമൂൽ കോൺഗ്രസ് MP ആരാണ് എന്ന് ചോദിച്ചാൽ മഹുവ മൊയ്ത്രയാണ്. ഒരു MP ഒക്കെ പെട്ടെന്ന് പുറത്താക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിനകത്ത് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതനുസരിച്ചാണ് പുറത്താക്കപ്പെട്ടത്. അപ്പൊ അതില് ഒരു റിപ്പോർട്ടുണ്ട്. കാരണം ഇവരുടെ പെരുമാറ്റം, ഇവർ ഈ ചെയ്തത് ശരിയാണോ തെറ്റാണോ, ഇവരുടെ വാദങ്ങളൊക്കെ കേട്ട്, ഇവരുടെ അഭിപ്രായമൊക്കെ കേട്ടതിന് ശേഷം തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാർലമെന്ററി കമ്മിറ്റി ഉണ്ട്. അതാണ് എത്തിക്സ് കമ്മിറ്റി. ഏതാണ്? എത്തിക്സ് കമ്മിറ്റി, അല്ലെ? കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് തന്നെ പാർലമെന്ററി കമ്മിറ്റികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അവിടെ എന്താണ് എത്തിക്സ് കമ്മിറ്റിയുടെ ജോലി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ എത്തിക്സ് കമ്മിറ്റി എന്ത് ചെയ്തു? ഇവരെ കുറിച്ചുള്ള ആരോപണം അന്വേഷിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? ഇവരൊരു റിപ്പോർട്ട് തയ്യാറാക്കി സ്പീക്കർക്ക് കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മഹുവ മൊയ്ത്രയുടെ MP സ്ഥാനം എന്താക്കപ്പെട്ടത്? റദ്ദാക്കപ്പെട്ടത്. അപ്പൊ അങ്ങനെ റദ്ദാക്കപ്പെട്ടു. ആരുടെയാണ്? മഹുവ മൊയ്ത്രയുടെ MP സ്ഥാനമാണ്. അപ്പൊ ഈ ഒരു ചോദ്യം ചോദിച്ചാല് മഹുവ മൊയ്ത്ര എന്നുള്ള പേര് ഒരുപാട് പേര് ഉത്തരമായിട്ട് എഴുതും. പക്ഷെ വേറെ രീതിയിൽ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അധികം ആരും എഴുതത്തില്ല. മഹുവ മൊയ്ത്രയെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിക്സ് കമ്മിറ്റി റിപ്പോർട്ട്, അല്ലെ? ആ എത്തിക്സ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ആ റിപ്പോർട്ട് കൊടുത്ത എത്തിക്സ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് ഉത്തരം എഴുതാൻ സാധ്യതയില്ല. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചു വെക്കണം. അതിന്റെ ഉത്തരം വിനോദ് സോൻകർ. വിനോദ് സോൻകർ, അല്ലെ? മഹുവ മൊയ്ത്രയെ പുറത്താക്കാൻ റിപ്പോർട്ട് നൽകിയ പാർലമെന്ററി എത്തിക്സ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ വിനോദ് സോൻകർ ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. 2023 ഡിസംബർ 13 ഇന്ത്യൻ പാർലമെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ദിവസമാണ് 2023 ഡിസംബർ 13, അല്ലെ? 2023 ഡിസംബർ 13 ആണ്. അപ്പൊ അത് പുതിയ പാർലമെന്റുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെ? പുതിയ പാർലമെന്റ് മന്ദിരവുമായി ബന്ധപ്പെട്ടതാണ്. 2023 ഡിസംബർ 13 പുതിയ പാർലമെന്റ് മന്ദിരത്തില് ഒരു പുകയാക്രമണം നടന്നു, അല്ലെ? കുറച്ചു പേര് ചേർന്ന് ഒരു പുകയാക്രമണം നടത്തി, അല്ലെ? ആർക്കും പ്രത്യേകിച്ച് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും ഇത്രയും സുരക്ഷിതത്വം വേണ്ട ഒരു സ്ഥലത്ത് കുറച്ചു പേർക്ക് അങ്ങനെ ഈ ചില കാര്യം നടത്താനായിട്ട് സാധിച്ചു എന്നുള്ളത് ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ്. വേറൊരു ഗൗരവം എന്താണെന്ന് ചോദിച്ചാൽ 2001 ഡിസംബർ 13 2001 ഡിസംബർ 13 ദിവസം നോക്ക്, ഡിസംബർ 13. ഇവിടെ ദിവസം നോക്ക്, ഡിസംബർ 13, അല്ലെ? ആ 2001 ഡിസംബർ 13 പഴയ പാർലമെന്റ് മന്ദിരത്തിൽ തീവ്രവാദ ആക്രമണം നടന്നത്. ആ തീവ്രവാദ ആക്രമണത്തിന്റെ ഫലമായിട്ടാണ് പിന്നീട് അഫ്സൽ ഗുരുവിനെ തീഹാർ ജയിലിൽ വെച്ചിട്ട് തൂക്കിക്കൊന്നത്. അതിന്റെ പ്രതിയായിട്ടുള്ള അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്നത്, അല്ലെ? ആ തീവ്രവാദ ആക്രമണത്തിന്റെ 22ാമത് വാർഷിക ദിനത്തിലാണ് ഈ പുകയാക്രമണം നടന്നത് എന്നുള്ളത് ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പൊ ആ ദിവസം ഓർത്ത് വെക്കുക, 2023 ഡിസംബർ 13 പഴയ പാർലമെന്റിലെ തീവ്രവാദ ആക്രമണം നടന്നത് 2001 ഡിസംബർ 13. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ലക്കഡോങ് മഞ്ഞൾ. ലക്കഡോങ് മഞ്ഞൾ എങ്ങനെയാണ് ഇത് വാർത്തയിലോട്ട് വന്നത്
എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. നമുക്കറിയാം GI ടാഗ്, ജിയോഗ്രഫിക്കൽ ഇൻഡെക്സ് ടാഗ്. ജിയോഗ്രഫിക്കൽ ഇൻഡെക്സ് ടാഗ് നമ്മൾ ഒരുപാട് സ്ഥലത്ത് പഠിച്ചിട്ടുള്ളതാണ്. ഭൗമ സൂചിക പദവി. ഈ അടുത്ത കാലത്ത് ഭൗമ സൂചിക പദവി ലഭിച്ച ഒരു ഉൽപ്പന്നമാണ് ലക്കഡോങ് മഞ്ഞൾ. ഈ അടുത്ത കാലത്ത് ഭൗമ സൂചിക പദവി ലഭിച്ച ഒരു ഉൽപ്പന്നമാണ് ലക്കഡോങ് മഞ്ഞൾ, അല്ലെ? ഭൗമ സൂചിക പദവി എന്ന് പറയുന്നത് പ്രാദേശികമായിട്ടുള്ള ഒരു ഉൽപ്പന്നം, ഗുണനിലവാരമുള്ള ഉൽപ്പന്നം, തനതായിട്ടുള്ള എന്തെങ്കിലും പാരമ്പര്യമുള്ള ഒരു ഉൽപ്പന്നം, അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സ്റ്റാറ്റസ് ആണ് ഏത് ഭൗമ സൂചിക പദവി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ അടുത്ത കാലത്ത് ഭൗമ സൂചിക പദവി ലഭിച്ച ലക്കഡോങ് മഞ്ഞൾ ഏത് സംസ്ഥാനത്തിലെ ഉൽപ്പന്നമാണ്? ലക്കഡോങ് മഞ്ഞൾ ഏത് സംസ്ഥാനത്തിലെ ഉൽപ്പന്നമാണ് എന്ന് ചോദിച്ചാല് മേഘാലയയിലെ ഉൽപ്പന്നമാണ്. ലക്കഡോങ് മഞ്ഞൾ എവിടത്തെ മഞ്ഞളാണ്? എവിടത്തെ ഉൽപ്പന്നമാണ്? മേഘാലയയിലെ ഉൽപ്പന്നമാണ് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. 370 ഭരണഘടനാ വകുപ്പ്. 370 ഭരണഘടനാ വകുപ്പിന്റെ പ്രാധാന്യം കൂട്ടുകാർക്ക് അറിയാം. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി ഉറപ്പാക്കിയിരുന്ന ഭരണഘടനാ വകുപ്പാണ് 370 ഭരണഘടനാ വകുപ്പ്, അല്ലെ? ജമ്മു കാശ്മീരിന് പ്രത്യേകിച്ച് ഭരണഘടനാ പദവി ഉറപ്പാക്കിയിരുന്ന വകുപ്പാണ് ഏത്? 370 ഭരണഘടനാ വകുപ്പ്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ പറഞ്ഞ ഭരണഘടനാ വകുപ്പ് എന്ത് ചെയ്തു? 2019 ഓഗസ്റ്റ് 15 കേന്ദ്ര ഗവൺമെന്റ് റദ്ദാക്കി. 370 ഭരണഘടനാ വകുപ്പ് ജമ്മു കാശ്മീരിന് പ്രത്യേകിച്ച് ഭരണഘടനാ പദവി അനുവദിക്കുന്ന ഈ വകുപ്പ് 2019 ഓഗസ്റ്റ് 15 എന്ത് ചെയ്തു? കേന്ദ്ര സർക്കാർ റദ്ദാക്കി. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എന്താണ് വാദവും പ്രതിവാദവും ഒക്കെ സുപ്രീം കോടതിയിൽ നടക്കുകയായിരുന്നു. എന്തായാലും ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതി എന്ത് ചെയ്തു? ഈ പറഞ്ഞ വാദത്തിന്മേൽ ഒരു തീർപ്പുണ്ടാക്കി. അതായത് കേന്ദ്ര ഗവൺമെന്റ് നടപടി ശരിയാണ്, കേന്ദ്ര ഗവൺമെന്റ് നടപടി ശരിയാണ്, 370 വകുപ്പ് റദ്ദാക്കിയ നടപടി തെറ്റില്ല എന്ന് ആരഭിപ്രായപ്പെട്ടു? സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. അതിനു വേണ്ടിയിട്ട് ആ കാര്യം പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയുടെ ഒരു 5 അംഗ ഭരണഘടനാ ബെഞ്ച് ഉണ്ടായിരുന്നു. 5 അംഗ ഭരണഘടനാ ബെഞ്ച്. ആ 5 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. 5 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ചീഫ് ജസ്റ്റിസ് തന്നെയായിരുന്നു DY ചന്ദ്രചൂഡ്. അപ്പോ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി അത് നൽകുന്ന 370 വകുപ്പ് എടുത്തു കളഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് നടപടി ശരിവച്ച 5 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ തലവൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ചീഫ് ജസ്റ്റിസ് തന്നെയായിരുന്നു DY ചന്ദ്രചൂഡ്. നല്ലൊരു ചോദ്യമാണ്, ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ചോദിക്കാൻ കൊള്ളാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് 2023 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2023 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ ഒരാൾക്കല്ല, 2 പേർക്കായിട്ടാണ് ഈ പുരസ്കാരം ലഭിച്ചത്. 2023 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം 2 പേർക്കാണ് ലഭിച്ചത്. ഒരു അർജന്റീനൻ സംഗീതജ്ഞനാണ് ഒരാള്, അത് ഡാനിയൽ ബാരൻബോയിം. ഡാനിയൽ ബാരൻബോയിം എന്ന് പറയുന്ന അർജന്റീനിയൻ സംഗീതജ്ഞനാണ് ഒരാള്. വേറെന്ന ഒരു പാലസ്തീൻകാരനാണ് അലി അബു അവാദ്. അലി അബു അവാദ്. അപ്പോ 2023 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം എത്ര പേർക്കാണ് ലഭിച്ചത്? 2 പേർക്കാണ് ലഭിച്ചത്. അർജന്റീനക്കാരൻ ഡാനിയൽ ബാരൻബോയിം ഒരു സംഗീതജ്ഞനാണ്, വേറൊന്ന് അലി അബു അവാദ്. അപ്പൊ അത് ശ്രദ്ധിച്ചു വയ്ക്കണം. ഈ 2 പേര് ശ്രദ്ധിച്ചു വയ്ക്കണം, ഡാനിയൽ ബാരൻബോയിം, അലി അബു അവാദ്. ഇനി അവിടെ നിങ്ങൾ അറിയേണ്ടത് എന്താണെന്ന് അറിയാമോ? ഇവർക്ക് എന്തിനാണ് പുരസ്കാരം കൊടുത്തത്? ഇവർക്ക് എന്തിനാണ് പുരസ്കാരം കൊടുത്തത് എന്ന് കൂടി അറിഞ്ഞു വെക്കണം. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം, ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം സൗഹാർദ്ദപരമായിട്ട് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവർ എന്നുള്ള നിലയ്ക്കാണ് ഇവർക്ക് 2023 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നൽകിയത്. ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള സംഘർഷം സമാധാനപരമായി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്ന വ്യക്തി എന്നുള്ള നിലയിൽ, വ്യക്തികൾ എന്നുള്ള നിലയിലാണ് ഇവർക്ക് എന്ത് കൊടുത്തത്? 2023 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം കൊടുത്തത്. അപ്പോൾ ഡാനിയൽ ബാരൻബോയിം, ഓർത്തു വയ്ക്കുക, അലി അബു അവാദ്. ഇതില് അലി അബു അവാദുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ പറഞ്ഞു ഇയാൾ പാലസ്തീൻകാരനാണ്. ഇദ്ദേഹത്തിന്റെ ഒരു സംഘടനയുണ്ട്, ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ പേരാണ് തഗ്വീർ. എന്താണ്? തഗ്വീർ, അല്ലെ? അപ്പോ പാലസ്തീൻ
ഇസ്രായേൽ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന തക്വീർ എന്ന് പറയുന്ന സമാധാന സംഘടനയുടെ സ്ഥാപകൻ ആര് എന്ന് ചോദിച്ചാൽ അലി അബു അവാദാണ്. ആ സ്ഥാപകൻ ആര്? അദ്ദേഹത്തിന് ഈ അടുത്ത കാലത്ത് ഇന്ദിരാഗാന്ധി പുരസ്കാരം ലഭിച്ചു. ആര് എന്നൊക്കെ ചോദിച്ചാല് അലി അബു അവാദാണ്. അപ്പൊ അത് ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസഡർ. ഈ അടുത്ത കാലത്താണ് അദ്ദേഹത്തെ നിയമിച്ചത്. ഇന്ത്യയിൽ ഇസ്രായേലിന്റെ അംബാസഡറായിട്ട് നിയമിക്കപ്പെട്ടത് ആരെന്ന് ചോദിച്ചാൽ അത് റൂവൻ അസർ ആണ്. ആരാണ്? റൂവൻ അസർ. അപ്പൊ ആരാണ് റൂവൻ അസർ? ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസഡർ ആണ് റൂവൻ അസർ. അപ്പൊ അത് ഓർത്തു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ചോദിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു ചോദ്യമാണ് ഫിഡെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി. ഫിഡെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി 2023 ഡിസംബറിൽ ഒരു വനിതയ്ക്ക് ലഭിച്ചു. ഫിഡെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി 2023 ഡിസംബറിൽ ഒരു ഇന്ത്യൻ വനിതയ്ക്ക് ലഭിച്ചു. ആർക്ക് എന്ന് ചോദിച്ചാൽ അതിനു മുമ്പ് ഒരു കാര്യം പറയണം. അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഫിഡെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയിട്ടുള്ള 2 വനിതകളെ ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ. ഫിഡെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ 2 ഇന്ത്യൻ വനിതകളെ ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ മൂന്നാമതൊരു ഇന്ത്യൻ വനിതയ്ക്ക് കൂടി ഫിഡെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ചു. അപ്പൊ ആ മൂന്നാമതായിട്ട് ഫിഡെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ഇന്ത്യൻ വനിത ആര് എന്ന് ചോദിച്ചാല് അത് ആർ വൈശാലിയാണ്. ആർ വൈശാലി അല്ലെ? നിങ്ങൾ കേട്ടിട്ടുണ്ട് ആർ പ്രജ്ഞാനന്ദ. ആർ പ്രജ്ഞാനന്ദ എന്ന് പറയുന്നത് ഒരു ചെസ് താരമാണ്. അദ്ദേഹത്തിന്റെ നേട്ടമൊക്കെ നമ്മൾ പഠിച്ചതാണ്. ആ പ്രജ്ഞാനന്ദയുടെ സഹോദരിയാണ് ആര്? ആർ വൈശാലി. അപ്പൊ അത് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്. 2023 ഡിസംബറിൽ ഫിഡെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയെടുത്ത ഇന്ത്യൻ വനിത ആര് എന്ന് ചോദിച്ചാൽ ആർ വൈശാലിയാണ്. ഇതുവരെ 3 വനിതകൾക്ക് മാത്രമാണ് ഫിഡെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി ഇന്ത്യൻ വനിതകൾക്ക് ലഭിച്ചിട്ടുള്ളൂ. അപ്പൊ അതിൽ 2 പേര് വേറെ ആരൊക്കെ എന്ന് കൂടി ഒന്ന് അറിഞ്ഞു വെക്കുക. ഒന്ന് കൊനേരു ഹംപിയാണ്, വേറൊന്ന് ഡി ഹരികയാണ്. ഒന്ന് കൊനേരു ഹംപിയാണ്, വേറൊന്ന് ഡി ഹരികയാണ്. പണ്ടൊക്കെ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് ഫിഡെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ആദ്യ ഇന്ത്യൻ ചെസ് താരമാര്, ആദ്യ ഇന്ത്യൻ വനിതാ ചെസ് താരമാര് എന്ന് ചോദിച്ചാൽ കൊനേരു ഹംപിയാണ്. ഫിഡെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ ചെസ് താരം ആരെന്ന് ചോദിച്ചാൽ കൊനേരു ഹംപിയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വനിതാ താരവും, അതായത് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന ഇന്ത്യൻ വനിതാ താരവും ആര് തന്നെയാണ്? കൊനേരു ഹംപിയാണ്. അപ്പൊ ഇതുവരെ എത്ര പേർക്കാണ് ഈ ഫിഡെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി ഇന്ത്യൻ വനിതകൾക്ക് എത്ര പേർക്കാണ് ലഭിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ 3 പേർക്കാണ്. ആദ്യം കൊനേരു ഹംപി, അത് കഴിഞ്ഞിട്ട് ഡി ഹരിക, ഇപ്പോ ആർ വൈശാലി. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. 2023 വിജയ് ഹസാരെ ട്രോഫി. 2023 വിജയ് ഹസാരെ ട്രോഫി. അപ്പൊ ഇവിടെ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്താണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ എങ്കിലും പൊതുവിജ്ഞാനം എന്നുള്ള രീതിയിൽ പരീക്ഷയ്ക്ക് കായികം എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്കുണ്ടല്ലോ. അവിടെ ചോദിക്കാൻ കൊള്ളാവുന്നതാണ് വിജയ് ഹസാരെ ട്രോഫി താഴെ പറയുന്ന ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ചോദ്യം വരും. വിജയ് ഹസാരെ ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഏത് കളിയായിട്ടാണ്? ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിജയ് ഹസാരെ ട്രോഫി എന്ത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2023 വിജയ് ഹസാരെ ട്രോഫി നേടിയത് ഏത് ടീമാണെന്ന് ചോദിച്ചാൽ ഹരിയാനയാണ്. 2023 വിജയ് ഹസാരെ ട്രോഫി നേടിയത് ഏത് ടീമാണെന്ന് ചോദിച്ചാൽ ഹരിയാനയാണ് അല്ലെ? 2023 ഏഷ്യൻ വനിതാ ഹോക്കി ചാമ്പ്യൻസ് കിരീടം നേടിയത് ഇന്ത്യയാണെന്ന് കഴിഞ്ഞ വേറൊരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2023 വിജയ് ഹസാരെ ട്രോഫി നേടിയത് ഏത് ടീമാണ്? ഹരിയാന ടീമാണ്. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് നല്ലൊരു ചോദ്യമാണ് റോബിൻ മിൻസ്. റോബിൻ മിൻസ് ഈ പേര് നിങ്ങൾക്ക് അറിയാമോ? ഈ അടുത്ത കാലത്ത് വാർത്താ പ്രാധാന്യം നേടിയ ഒരു പേരാണ് റോബിൻ മിൻസ്. ഒരു ക്രിക്കറ്റ് താരമാണ്. നമുക്കറിയാം ഇന്ത്യൻ പ്രീമിയർ ലീഗ് അല്ലെ, IPL ക്രിക്കറ്റ് നമുക്കറിയാവുന്ന കാര്യമാണ്. അവിടെ ഒരുപാട് ക്രിക്കറ്റ് ടീമുകളുണ്ട് അല്ലെ. RCB ഉണ്ട്, ചെന്നൈ ടീമുണ്ട്, ഗുജറാത്ത് ടൈറ്റൻസ് ഉണ്ട്, സൺറൈസേഴ്സ് ഹൈദരാബാദ്, ഇങ്ങനെ കുറെ ടീമുകളുണ്ട് അല്ലെ. ഇതിൽ എന്താണ് റോബിൻ മിൻസിന്റെ പ്രാധാന്യം
എന്ന് ചോദിച്ചാല് ഏതെങ്കിലും IPL ടീമിലോട്ട് ഇടം പിടിച്ച ആദ്യ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ക്രിക്കറ്റ് താരമാണ് റോബിൻ മിൻസ്. ഏതെങ്കിലും ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ടീമിലോട്ട് ഉൾപ്പെടുത്തപ്പെട്ട ആദ്യത്തെ എന്താണ് ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ക്രിക്കറ്റ് താരമാണ് റോബിൻ മിൻസ്. അവിടെ മനസ്സിലാക്കേണ്ടത് റോബിൻ മിൻസ് ഏത് ടീമിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് അല്ലെങ്കിൽ കളിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. ഗുജറാത്ത് ടൈറ്റൻസിലാണ് ആര് കളിക്കുന്നത്? റോബിൻ മിൻസ് കളിക്കുന്നത്. ഇതുപോലെ വേറൊരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്, മിന്നുമണി. നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള ഒരു ക്രിക്കറ്റ് താരമാണ്, വനിതാ ക്രിക്കറ്റ് താരമാണ് മിന്നുമണി. മിന്നുമണി കളിക്കുന്നത് ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റോബിൻ മിൻസ് അതായത് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഉൾപ്പെടുത്തപ്പെട്ട ആദ്യത്തെ എന്താണ് ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ക്രിക്കറ്റ് താരമാണ്. ഏത് ടീമിൽ എന്ന് ചോദിച്ചാൽ ഗുജറാത്ത് ടൈറ്റൻസ് എന്ന് പറയണം. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. 2023 ഫോഴ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച ഏറ്റവും ശക്തരായിട്ടുള്ള വനിതകളുടെ പട്ടികയിൽ, ലോകത്തിലെ ഏറ്റവും ശക്തരായിട്ടുള്ള വനിതകളുടെ പട്ടിക 2023 ഫോഴ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ചു. അപ്പൊ 2023 ലോകത്തെ ഏറ്റവും ശക്തരായിട്ടുള്ള വനിതകളുടെ പട്ടിക ഫോഴ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ചപ്പോ അതിൽ ഉൾപ്പെട്ട ഒരു ഇന്ത്യൻ വനിത ആരെന്നറിയാമോ? അത് നമ്മുടെ ധനകാര്യമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ. അപ്പൊ 100 വനിതകളുടെ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചത്. ആ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തി ആയിട്ട് 32ാം സ്ഥാനത്ത് ആരുണ്ടായിരുന്നു? നിർമ്മല സീതാരാമൻ ഉണ്ട്. അപ്പോൾ 2023 ഫോഴ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച ലോകത്തെ ഏറ്റവും ശക്തരായിട്ടുള്ള വനിതകളുടെ പട്ടികയിൽ 32ാം സ്ഥാനത്തുള്ള ഇന്ത്യക്കാരി ആരാണ് എന്ന് ചോദിച്ചാൽ അത് നിർമ്മല സീതാരാമനാണ്. ഈ പട്ടികയിൽ 3ാം സ്ഥാനത്ത് ഇടം പിടിച്ചിരിക്കുന്നത് ഒരു ഇന്ത്യൻ വംശജയാണ്. ഇന്ത്യക്കാരി, ഇന്ത്യൻ സിറ്റിസൺ എന്ന് പറയാൻ പറ്റൂല, ഇന്ത്യൻ വംശജയാണ്. അപ്പൊ പട്ടികയിൽ 3ാം സ്ഥാനത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ഇന്ത്യൻ വംശജയാണ്. ആരെന്ന് ചോദിച്ചാൽ അത് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആണ് കമല ഹാരിസ്, അല്ലെ? അപ്പൊ ഫോഴ്സ് മാഗസിന്റെ ഏറ്റവും ശക്തരായിട്ടുള്ള വനിതകളുടെ പട്ടിക, അതിൽ 3ാം സ്ഥാനത്ത് ഇന്ത്യൻ വംശജയായിട്ടുള്ള ഒരു വനിതയാണ്. അത് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് ആണ്. 32ാം സ്ഥാനത്താണ് ഇന്ത്യയിൽ നിന്നുള്ള ഒരു വനിത ആദ്യമായിട്ട് വരുന്നത്. അതാരാണ്? നിർമ്മല സീതാരാമനാണ്. അപ്പൊ 1-2 സ്ഥാനങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഈ പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ളത് ആരാണ് എന്ന് ചോദിച്ചാൽ ഉർസുല വോൺ ഡർ ലൈൻ ആണ്. ഫോഴ്സ് മാഗസിൻ ലോകത്തിലെ ഏറ്റവും ശക്തരായിട്ടുള്ള വനിതകളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്ത് വന്നത് ആരാണ്? ഉർസുല വോൺ ഡർ ലൈൻ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കൊരു കൗതുകം ഉണ്ടാവും, ആരാണ് ഉർസുല എന്നൊരു കൗതുകം ഉണ്ടാവും. ഉർസുല ആരാണ് എന്ന് ചോദിച്ചാൽ യൂറോപ്യൻ കമ്മീഷൻ മേധാവിയാണ്. യൂറോപ്യൻ കമ്മീഷൻ മേധാവിയാണ് ആര്? ഉർസുല. അപ്പൊ അത് ഓർത്തു വയ്ക്കണം. ഇനി 2ാം സ്ഥാനത്ത് ആരാണ്? 2ാം സ്ഥാനത്തുള്ള ഒരാളെ നമുക്ക് നേരത്തെ പരിചയമുണ്ട്, ക്രിസ്റ്റീന ലഗാർഡ്, അല്ലെ? വേൾഡ് ബാങ്കിന്റെ ഒക്കെ തലപ്പത്തിരുന്ന ഒരു സ്ത്രീയാണ് ക്രിസ്റ്റീന ലഗാർഡ്. അപ്പോ ഫോഴ്സ് മാഗസിൻ പട്ടികയിൽ ശക്തരായിട്ടുള്ള ലോകത്തെ വനിതകളുടെ പട്ടിക, ആ പട്ടികയിൽ 2ാം സ്ഥാനത്തുള്ളത് ക്രിസ്റ്റീന ലഗാർഡ് ആണ്. ആരാണ് ക്രിസ്റ്റീന ലഗാർഡ് എന്ന് ചോദിച്ചാൽ ഇപ്പോഴ് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് മേധാവിയാണ്. യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ മേധാവിയാണ് ക്രിസ്റ്റീന ലഗാർഡ്. അപ്പൊ ഉർസുല വോൺ ഡർ ലൈൻ ആണ് 1ാം സ്ഥാനത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്രിസ്റ്റീന ലഗാർഡ് ആണ് 2ാം സ്ഥാനത്ത്. കമല ഹാരിസ് ആണ് 3ാം സ്ഥാനത്ത്. 32ാം സ്ഥാനത്താണ് നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട മാഗസിനാണ് ടൈം മാഗസിൻ. ടൈം മാഗസിൻ 2023 പേഴ്സൺ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തത് അറിയപ്പെടുന്ന ഒരു സംഗീതജ്ഞയാണ്. ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ടൈം മാഗസിൻ 2023 പേഴ്സൺ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുത്തത് ആരെ എന്ന് ചോദിച്ചാൽ ടൈലർ സ്വിഫ്റ്റിനെയാണ്. ആരെയാണ്? ടൈലർ സ്വിഫ്റ്റിനെയാണ്. അമേരിക്കൻ ഗായികയാണ്, സംഗീതജ്ഞയാണ്. ആര്? ടൈലർ സ്വിഫ്റ്റ്. അപ്പോൾ ടൈം മാഗസിൻ 2023 പേഴ്സൺ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട സംഗീതജ്ഞ ടൈലർ സ്വിഫ്റ്റ്. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ വേൾഡ് ജോഗ്രഫി ഭാഗത്ത് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്, മറാബി ഒരു അഗ്നിപർവ്വതമാണ്. മറാബി ഒരു അഗ്നിപർവ്വതമാണ്. 2023 ഡിസംബറിൽ പൊട്ടിത്തെറിച്ച ഒരു അഗ്നിപർവ്വതമാണ് മറാബി. ഈ മറാബി അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാം.
മറാബി അഗ്നിപർവ്വതം ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ ഇന്തോനേഷ്യയാണ്. അപ്പോ ഇന്തോനേഷ്യയിലെ അഗ്നിപർവ്വതം 2023 ഡിസംബറിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതമാണ് മറാബി. മാറിപ്പോരുത്, മറന്നുപോരുത്, മറാബി ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് BBC, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ, BBC അല്ലെ. BBC നമ്മുടെ ഗവൺമെന്റും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. BBCയുടെ പുതിയ അധ്യക്ഷനായിട്ട് ഒരു ഇന്ത്യൻ വംശജൻ നിയമിക്കപ്പെട്ടു. BBCയുടെ പുതിയ അധ്യക്ഷനായിട്ട് ഒരു ഇന്ത്യൻ വംശജൻ ഈ അടുത്ത കാലത്ത് നിയമിക്കപ്പെട്ടു. ആര് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. സമീർ ഷാ. ആരാണ്? സമീർ ഷാ. അപ്പോ BBCയുടെ അധ്യക്ഷനായിട്ട് 2023 ഡിസംബറിൽ നിയമിക്കപ്പെട്ടത് ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? സമീർ ഷായാണ്. BBCയുടെ പുതിയ അധ്യക്ഷൻ സമീർ ഷാ. മറാബി അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ്? ഇന്തോനേഷ്യയിലാണ്. ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഹെൻറി കിസിഞ്ചർ. ഹെൻറി കിസിഞ്ചർ അല്ലെ, ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹെൻറി കിസിഞ്ചർ. ഹെൻറി കിസിഞ്ചർ ആരാണ്? അത് ഒരു അമേരിക്കയിലെ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ആളാണ്. അറിയപ്പെടുന്ന ഒരു നയതന്ത്രജ്ഞനായിരുന്നു, ഡിപ്ലോമാറ്റ് ആയിരുന്നു. ആര്? ഹെൻറി കിസിഞ്ചർ. എങ്ങനെയാണ് അദ്ദേഹം ഈ അടുത്ത കാലത്ത് വാർത്തയിൽ വന്നത്? 2023 ഡിസംബറിൽ ഇദ്ദേഹം മരണപ്പെട്ടു. 2023 ഡിസംബറിൽ ആര് മരണപ്പെട്ടു? ഹെൻറി കിസിഞ്ചർ മരണപ്പെട്ടു. ഇദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനവും ലഭിച്ചിട്ടുണ്ട്. സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ആർക്ക് ലഭിച്ചിട്ടുണ്ട്? ഹെൻറി കിസിഞ്ചറിന് ലഭിച്ചിട്ടുണ്ട്. 1973 സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിക്കുന്നത് ഹെൻറി കിസിഞ്ചറിനാണ്. എന്തിനാണ് ഈ നോബൽ സമ്മാനം ലഭിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാമോ? അമേരിക്കയും വിയറ്റ്നാമും തമ്മിൽ ഒരുപാട് കാലം നീണ്ടു നിന്ന ഒരു യുദ്ധമുണ്ട്, വിയറ്റ്നാം യുദ്ധം. ഒരുപാട് അമേരിക്കൻ പട്ടാളക്കാര് കൊല്ലപ്പെട്ട ഒരു യുദ്ധം കൂടിയാണ് വിയറ്റ്നാം യുദ്ധം. അപ്പൊ ആ വിയറ്റ്നാം യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച് അതിൽ വിജയിച്ച വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് 1973 സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ആർക്ക് കിട്ടുന്നത്? ഹെൻറി കിസിഞ്ചറിന് കിട്ടുന്നത്. അപ്പോ ഹെൻറി കിസിഞ്ചറിന്റെ ഒരു പ്രാധാന്യം, സമാധാനത്തിന് നോബൽ പുരസ്കാരം നേടിയിട്ടുള്ള ആളാണ്. അതുപോലെ അമേരിക്ക വിയറ്റ്നാം യുദ്ധം അവസാനിപ്പിക്കുന്ന നിർണായക പങ്ക് വഹിച്ച ഒരാളാണ്. പിന്നെ ചില വിശേഷണങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അമേരിക്കൻ ശീതയുദ്ധ തന്ത്രങ്ങളുടെ ശില്പി. അമേരിക്കൻ ശീതയുദ്ധ തന്ത്രങ്ങളുടെ ശില്പി അല്ലെ. ശീതയുദ്ധം അല്ലെങ്കിൽ കോൾഡ് വാർ എന്താണെന്ന് വേൾഡ് ഹിസ്റ്ററി ഭാഗത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ചതാണ്. ഏത്? ശീതയുദ്ധം അല്ലെ. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം ലോകത്തെ രണ്ട് പ്രബല ഗ്രൂപ്പുകൾ ഉണ്ടായി വരും. ഒന്ന് സോവിയറ്റ് ചേരിയാണ്, വേറൊന്ന് അമേരിക്കൻ ചേരിയാണ്. ഇവരെ നേരിട്ട് യുദ്ധമൊന്നും ചെയ്തില്ല എങ്കിൽ പോലും ഇവരെ പല നയങ്ങളിലൂടെ പരസ്പരം മത്സരിച്ചു കൊണ്ടിരുന്നു. യുദ്ധ സമാനമായ സാഹചര്യത്തിലൂടെ പോയിക്കൊണ്ടിരുന്നു. അതിനെയാണ് നമ്മൾ ശീതയുദ്ധം, കോൾഡ് വാർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അമേരിക്കൻ ശീതയുദ്ധ തന്ത്രങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന നയതന്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ചാൽ ഹെൻറി കിസിഞ്ചർ ആണ്. അല്ലാതെ വേറെ ഒരു വിശേഷണം കൂടിയുണ്ട്, നയതന്ത്രജ്ഞരിലെ നായകൻ. നയതന്ത്രജ്ഞരിലെ നായകൻ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? ഹെൻറി കിസിഞ്ചർ ആണ്. അപ്പൊ അതൊന്ന് ഓർത്തു വയ്ക്കണം. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു പോയിന്റിലോട്ട്, ഇന്റർനാഷണൽ ഇയർ ഓഫ് കാമലിറ്റ്സ്. UN ഇന്റർനാഷണൽ ഇയർ ഓഫ് കാമലിറ്റ്സ് ആയിട്ട് പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചാൽ 2024 UN ഇന്റർനാഷണൽ ഇയർ ഓഫ് കാമലിറ്റ്സ് ആയിട്ട് പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 2024. അപ്പൊ അവിടെ ഒരു വാക്ക് പരിചയപ്പെടണം. എന്താണ് കാമലിറ്റ്സ്? കാമലിറ്റ്സ് എന്ന് പറഞ്ഞാൽ കാമൽ, ഒട്ടകങ്ങൾ ഉൾക്കൊള്ളുന്ന ജീവശാസ്ത്ര കുടുംബം. ഒട്ടകങ്ങൾ ഉൾക്കൊള്ളുന്ന ജീവശാസ്ത്ര കുടുംബത്തെയാണ് കാമലിറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോ ഇന്റർനാഷണൽ ഇയർ ഓഫ് കാമലിറ്റ്സ് ആയിട്ട് ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചാൽ 2024. നമുക്കറിയാവുന്ന കാര്യമാണ്. 2023 UN ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആണ്. തിനധാന്യങ്ങളുടെ വർഷമായിട്ട് ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ചത് 2023 പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ 2024 ഇന്റർനാഷണൽ ഇയർ ഓഫ് കാമലിറ്റ്സ് ആണ്. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ് 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റ് അല്ലെ. കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റ് അർജന്റീനയും ബ്രസീലും ഉറുഗ്വേയും ഒക്കെ
മത്സരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ടൂർണമെന്റ് ആണ് 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിന് വേദിയാകുന്ന രാജ്യം എന്ന് ചോദിച്ചാൽ USA ആണ്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുന്നത് ഏത് രാജ്യത്താണ് എന്ന് ചോദിച്ചാൽ USA എന്ന് പറയണം. ഇനി അത് കഴിഞ്ഞിട്ട് 2023 ഫിഫ ക്ലബ് ഫുട്ബോൾ ലോകകപ്പ് ജേതാക്കൾ ആരാണ്? നമുക്കറിയാം ഫിഫ വേൾഡ് കപ്പ് ജേതാക്കൾ ആരാണെന്ന് നമുക്കറിയാം അല്ലെ. ഫിഫ വേൾഡ് കപ്പ് ജേതാക്കൾ ആരാണ്? അർജന്റീനയാണ്. ഫൈനലിൽ ഫ്രാൻസിനെ പരാജയപ്പെടുത്തി. ഇതെന്താണ്? ഫിഫ ക്ലബ് ഫുട്ബോൾ ലോകകപ്പ് അല്ലെ. ഒരുപാട് ഫുട്ബോൾ ക്ലബ്ബുകളുണ്ട്. ഡോർട്ട്മുണ്ട്, പിന്നെ അത് കഴിഞ്ഞ് മാഞ്ചസ്റ്റർ സിറ്റി, അത് കഴിഞ്ഞിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ന്യൂകാസിൽ, അങ്ങനെ ഒരുപാട് ഫുട്ബോൾ ക്ലബ്ബുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ക്ലബ്ബുകൾ തമ്മിലുള്ള മത്സരമാണ്. ഫിഫ ക്ലബ് ഫുട്ബോൾ ലോകകപ്പ് ജേതാക്കളായ ടീം ഏതെന്ന് ചോദിച്ചാൽ മാഞ്ചസ്റ്റർ സിറ്റിയാണ്. ഏത് ടീമാണ്? മാഞ്ചസ്റ്റർ സിറ്റിയാണ്. നമ്മളൊരു കളിക്കാരനെ, ഒരു ഫുട്ബോൾ കളിക്കാരനെ നേരത്തെ പരിചയപ്പെട്ടിരുന്നു, എർലിംഗ് ഹാലൻഡ്. ആരാണ്? എർലിംഗ് ഹാലൻഡ്. ശ്രദ്ധിച്ചു വെക്കേണ്ട ഒരു കളിക്കാരനാണ്, വളരെ പ്രസിദ്ധനായുള്ള കളിക്കാരനാണ്. നോർവീജിയയിൽ നിന്നുള്ള ഫുട്ബോൾ താരമാണ്. ആരാണ്? ഈ പറഞ്ഞ എർലിംഗ് ഹാലൻഡ്. ആ എർലിംഗ് ഹാലൻഡ് കളിക്കുന്ന ടീമാണ് മാഞ്ചസ്റ്റർ സിറ്റി. ആ മാഞ്ചസ്റ്റർ സിറ്റിയാണ് 2023 ഫിഫ ക്ലബ് ഫുട്ബോൾ ലോകകപ്പ് ജേതാക്കളായത് എന്നുള്ളതൊന്ന് അറിഞ്ഞു വെക്കുക. അപ്പോൾ കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് 2023 ഡിസംബറിലെ കാര്യങ്ങളാണ് പഠിച്ചത്. ഈ ക്ലാസ്സോടുകൂടി ഡിസംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് പൂർത്തിയാവുകയാണ്. അങ്ങനെ ആവുമ്പോൾ 2023 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പൂർത്തിയാക്കുന്നത്. ഇത് 39ാമത്തെ ക്ലാസ് ആയിരുന്നു. ഇതിനു പുറമെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് അല്ലാതെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ ചെയ്തിരുന്നു. വനിതാ സംവരണ നിയമത്തെക്കുറിച്ച്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ നോബൽ സമ്മാനത്തെക്കുറിച്ച്, 2023 നോബൽ സമ്മാനത്തെക്കുറിച്ച്, പുതിയ പാർലമെന്റ് മന്ദിരത്തെക്കുറിച്ച്, ചന്ദ്രയാൻ പ്രോജക്റ്റിനെ കുറിച്ച്, ഏഷ്യൻ ഗെയിംസിനെ കുറിച്ച്, ഇങ്ങനെയുള്ള അല്ലാതെയുള്ള ഈ പറഞ്ഞ കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുകളും ഈ പറഞ്ഞ നമ്പറിന് പുറമേ ചെയ്തിരുന്നു. അങ്ങനെ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് 2023 ഏതാണ്ട് 50ഓളം ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ 50ഓളം ക്ലാസ്സുകളിലായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് കറണ്ട് അഫയേഴ്സ് മാത്രമല്ല, അതോടൊപ്പം തന്നെ ഓരോ വിഷയങ്ങൾ അടിസ്ഥാനവും കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടണം എന്നുള്ള ധാരണയിലാണ്, എന്നുള്ള ചിന്തയിലാണ് ഈ ക്ലാസ്സുകളെല്ലാം ചെയ്തത്. അപ്പൊ ഈ പറഞ്ഞ 50ഓളം വരുന്ന കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ, സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, തീർച്ചയായിട്ടും വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ആ ചോദ്യ പേപ്പറുകൾ കാണുമ്പോൾ നിങ്ങൾ പതറില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പൊ അത് നല്ല മാർക്ക് നേടാൻ ഈ ക്ലാസ്സുകളെല്ലാം നിങ്ങളെ ഭാവിയിൽ സഹായിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ 2023 നമ്മൾ വിട ചൊല്ലുകയാണ്. ഇനി വരുന്നത് 2024 ഒരുപാട് പ്രതീക്ഷകളാണ്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നിറവേറ്റാനുണ്ട്. അതിനെല്ലാം 2024 നിമിത്തമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.